വാർത്തകൾ വിശദമായി. മദ്യനയവുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് 5 മാസമായി ജയിലിൽ കഴിയുന്ന കേജ്രിവാളിന്റെ അപേക്ഷയിൽ വിധി പറഞ്ഞത്. ജാമ്യത്തിനായി ആദ്യം വിചാരണ കോടതിയെ സമീപിക്കാത്ത കേജ്രിവാളിന്റെ നടപടിയെ CBI എതിർത്തിരുന്നു. കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകാൻ ഓഗസ്റ്റ് 14 സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു. CBIയിൽ നിന്ന് വിശദീകരണവും കോടതി ചോദിച്ചിരുന്നു. 5.5 മാസത്തിനു ശേഷമാണ് കേജ്രിവാൾ ജയിൽ മോചിതനാകുന്നത്. സത്യം ജയിച്ചെന്ന് AAP പാർട്ടി പ്രതികരിച്ചു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ബുയൻ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് കേജ്രിവാളിന് ജാമ്യം ലഭിച്ചത്. അനന്തകാലം ജയിലിലിടുന്നത് ശരിയല്ലെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. മാർച്ച് 21-നാണ് സംഭവത്തിൽ ആദ്യ അറസ്റ്റ് ഉണ്ടായത്. അന്ന് ED ആണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് 21 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചു. കേജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന് EDയുടെ വാദത്തിനേറ്റ തിരിച്ചടിയായിരുന്നു കോടതി വിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മെയ് 10-നാണ് സുപ്രീം കോടതി കേജ്രിവാളിന് 21 ദിവസ ജാമ്യം അനുവദിച്ചത്. ജാമ്യ കാലാവധി അവസാനിച്ച അദ്ദേഹം ജൂൺ 2-ന് ജയിലിലേക്ക് മടങ്ങിയിരുന്നു. ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതി നടപടി. ജൂൺ 26-നാണ് കേജ്രിവാളിനെ ED കസ്റ്റഡിയിലിരിക്കെ CBI അറസ്റ്റ് ചെയ്തത്. ED കേസിൽ സുപ്രീം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. മദ്യനയ കേസിൽ നേരത്തെ അറസ്റ്റിലായ മനീഷ് സിസോദിയയ്ക്കും K കവിതയ്ക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു.